ചൂണ്ടയിടാൻ പോവുകയാണ്. ചൂണ്ട സൂമാവുന്നില്ല. ഇതാണ് ചൂണ്ട. ഇതാണ് ചൂണ്ട. എൻ്റെ ചൂണ്ടയിടാൻ പഠിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ചൂണ്ട. നമ്മൾ കൈ ചൂണ്ടയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ എവിടെയാണ് ഇടാൻ പോകുന്നത്? ഏത് കുളം? ഏത് കുളം? കണിയാകുളം. ഞാനുണ്ട് വിത്ത് ബിസ്ക്കറ്റ്. വിശക്കൊക്കെ തിന്നാൻ വേണ്ടി. പക്ഷെ വെള്ളം എടുത്തില്ല. കുളത്തിലല്ലേ പോലെ കുളത്തിൽ നിന്ന് കുടിക്കാം. വിത്ത് മൈ ഹസ്ബൻഡിനെ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന. കുറെ ദൂരമുണ്ടോ ഷേഡ് ഇങ്ങനെ നടക്കാൻ? അടുത്തൊരു ഒരു 12 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ചൂണ്ട. ഇത് പ്രിപ്പയർ അല്ലല്ല, ഇത് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ വഴി. വാവ്, അവർ കുളത്തിലോട്ടുള്ള വഴി. യുനോ, മറ്റേ നാടൻ വഴി. എന്നെ ഫ്രണ്ട് വീഡിയോ കിട്ടട്ടെ. ഇങ്ങനെ വാ. ഇതാണ് നമ്മുടെ വഴി. ഒരു ഗ്രാമീണ കാട്, പ്രേതമുള്ള കാട്. ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നില്ല? പ്രേതമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഒരു ഉച്ചഭാഷിണി ഇരിക്കുന്നു. ഉച്ചഭാഷിണി എന്താ അവിടെ ഇരിക്കുന്ന? കോവിലോത്സവമാണ്. അതെ, ഇതോടുകൂടി എന്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നതായിരിക്കും. വാവ്, ഒരു മാവ് ഇങ്ങനെ ക്രോസ് ആയി നിൽക്കുന്നു. എന്ത് ഭംഗിയാണ് മാവിനെ കാണാൻ. എന്ത് ഭംഗി മാവിനെ കാണാൻ എന്റെ ഓ മലയാളി. ഇതിനകത്ത് ഞങ്ങളെ കിട്ടിയോന്ന് അറിയത്തില്ല ഗൈസ്. ഇത് കേൾക്കുന്നതിന്റെ അളിയൻ. എനിക്കറിയാം അളിയായി പണി എന്നാണ് അളിയൻ പറയുന്നത്. ചെറിയ കുളത്തില് സ്രാവ് കൊണ്ടിട്ടിരിക്കണേ തന്റെ അളിയൻ. ചുമയും കൊരേ. എത്തിപ്പോയി ഗൈസ് കുളം. ആരെങ്കിലും കുളിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുളസീനും കൂടെ പിടിക്കാം. ആര്? റബ്ബർ തോട്ടം. അവർ വിചാരിക്കും നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണെന്ന്. നോ, നമ്മള് രണ്ടുപേരെ നേരത്തെ മീനിന് തീറ്റ കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ നോക്കാം. എല്ലാരും ഫോൺ ചരിച്ച് പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. എനിക്കത് അത്ര സുഖകരമായ ഏർപ്പാടല്ല. നമുക്ക് വേണ്ടാതെ പോവാം. ഇങ്ങനെ സംസാരിച്ചൂടാ. സുഖം അടിക്കാൻ പറ്റില്ലല്ലേ. അതാണ് നമ്മുടെ തീറ്റയ്ക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു വിട്ട രണ്ടാൾ. ഇതാണ് അവരുടെ അല്ല, ഇതാണ് നമ്മുടെ കുളം. അവരുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയും. ഈ കുളത്തിന്റെ പേരാണ് കണിയാകുളം. അതെന്താ ഈ കണിയാകുളം എന്ന് പറയാൻ കാരണം? കൊറേ കണികളൊക്കെ വരും. കുളിക്കടവാണോ അത്? അതാണ് കുളിക്കട. നല്ല ചേച്ചിമാരൊക്കെ വരും. ഇത് കാണുന്നല്ലേ എന്റെ അമ്മ. ഇറങ്ങി പോണേ നിനക്ക്. That's our അതെ, മനു. ഇവനാണ് രാവിലെ വയ്യാന്ന് പറഞ്ഞ് 2 കൂടെ ആശുപത്രി കൊണ്ടുപോയ മുതല്. 3 ഇഞ്ചക്ഷനാ ഇവനാ. അതിനുള്ള ആരോഗ്യം ഇവനുണ്ടായിരുന്നോ? ഇവൻ മുഖം കണ്ടിട്ടല്ലോ ഗൈസ്. വീഡിയോ അല്ലല്ല, ഈ വീഡിയോ എന്റെ പ്രൈവറ്റ് യൂട്യൂബിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ വീഡിയോ കാണുന്ന ധരണി മണികൾ ഫുഡ് ഒരുക്കുന്നതാണ്. ഇത് നമ്മള് ഇപ്പൊ എന്താണ് ഈ ഫുഡ്? എന്താണ്? ചീത്ത വിളിക്കാതെ. അയ്യോ, എങ്ങനെ കൊരുത്തത് ഞാൻ കണ്ടില്ല. ഓക്കെ, ഫസ്റ്റ് എയർ. അതിപ്പോ എന്റെ ദേഹത്തൊക്കെ ഫസ്റ്റ് എയർ ട്രീയാണ് ശ്രീനാഥ്. വല്ല നടക്കുന്നത്. എത്ര നേരം ഇങ്ങനെ നിൽക്കണം? കൊത്തും. അനക്കമുണ്ട്. കൂട്ടത്തിൽ സുന്ദരനായ ഒരു സുന്ദരൻ ആണ് പോകുന്നത്. അവിവാഹിതൻ, സർവോപരി സൽഗുണ സമ്പന്നൻ. മീന് കിട്ടി. ഏത് മീന്? സവർവ. ഒരു മീൻ പിടിച്ചതാകണമെന്ന് താനേ നീ സ്വന്തമായി കാട്ടിക്കള്ള.
ഇപ്പോൾ வாழ்க்கை மீறி விட்டாயோ காட்டாட்டி കാട്ടാട്ടിയ ஏ கட்டபொம்மா ஷவர்மை குர்ரா നീ ഏത് നോ അവിടെ മീൻ അവിടെ എല്ലാം കിറങ്ങി നിൽക്കുന്നു ഹലോ ഗായ്സ് ഇന്നത്തേക്ക് പൊരിക്കാനുള്ള മീൻ തെറിച്ച് തിരിച്ച് കൊളത്തി തന്നെ പോവല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ മിമി 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 ശ്രീനാഥ് പിടിച്ച മീനാണ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ പ്രൊഫഷണൽ ചൂണ്ടയിടൽക്കാരനായോണ്ട് അവിടെ മീൻ എടയി അടുത്തത് അവിടെ മനുവിനടിച്ച് മീൻ പിടിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും മീൻ കിട്ടി ഗൈസ്. ഇത്രയും മീൻ. ഇതിൽ 2 ഞാൻ പിടിച്ചതാണ്.